അങ്ങനെ എൻ്റെ കുട്ടികളെല്ലാവരും SSLCയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച്, നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. കാരണം 30% താഴെയുള്ള മക്കൾക്കാണെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കോളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകളും അതിനുശേഷമുള്ള റീടെസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ റിസൾട്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും SSLCയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഒഫീഷ്യലി നിങ്ങളുടെ റിസൾട്ട് മെയ് 2 വരുന്നെങ്കിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അല്ലേ? അപ്പോൾ SSLCനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും SSLC എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും എന്താണ് ഓർമ്മ വരിക? ഫുൾ A+ അല്ലേ? അപ്പോൾ ആ ഒരു ഫുൾ A+ എന്ന് പറയുന്ന ജേർണി പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇനി അങ്ങോട്ട് ടഫ് ആവാൻ പോവുകയാണ്, സിലബസ് മാറിയിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ മിസ് പറയാം, ഈ SSLC ഓക്കെ, നിങ്ങളുടെ സിലബസ് മാറിയിട്ടുണ്ട്, സത്യമാണ്. പാറ്റേൺ മാറിയിട്ടുണ്ട്, സത്യമാണ്. കാരണം അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ മുൻപായിട്ട് കുറേ മോഡൽ പരീക്ഷാ പേപ്പറുകൾ വരെ ഇറക്കിയിട്ടുണ്ട്. കാരണം കുട്ടികൾ പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊന്ന് പരിചിതമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന വർഷം ഉണ്ടാകും. ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മക്കളെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾ ഫസ്റ്റ് മുതൽ അടിപൊളിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു SSLC എന്ന് പറയുന്ന ജേർണി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാച്ച് ലോഞ്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിൽ ഒത്തിരി മക്കൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ അലൻ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ മക്കൾ ചോദിച്ചു, മിസ് ക്ലാസ് തുടങ്ങിയോ? ഞങ്ങൾ ഇന്നാണ് അറിഞ്ഞത്, നമ്മുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ, ഞങ്ങൾക്ക് ക്ലാസ് മിസ്സായോ? നമ്മുടെ ബാച്ച് ലോഞ്ച് 17th കഴിഞ്ഞു, പക്ഷേ നമ്മൾ ഒഫീഷ്യലി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 20th അതായത് ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹോളിഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 20th നമ്മുടെ ക്ലാസ്സുകൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 20th മുമ്പായിട്ട് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സുകളും തന്നെ മിസ്സാവില്ല. അതിനുശേഷം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാനുള്ള ക്ലാസ്സുകളും പഠിക്കാനുള്ള കണ്ടൻറ്റും നിങ്ങൾ മിസ്സായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും മെയ് 2 റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അഡ്മിഷൻ എടുക്കാം. പക്ഷേ അപ്പോഴേക്ക് കുറേ ലേണിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ മിസ് ഇതിന് ശേഷം ബാച്ച് ഉണ്ടാവില്ലേ? മക്കളെ, ഇതിന് ശേഷമൊക്കെ നമ്മൾ ഇപ്പോൾ ഓരോ സമയങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ബാച്ച് തുടങ്ങും. പക്ഷേ ഈ സമയങ്ങളിലായിട്ട് നിങ്ങൾ കുറച്ചായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് പഠിക്കണമല്ലോ ആ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് കുറച്ച് ക്ലാസ്സുകൾ കണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ പോലും അറിയാതെ എത്ര പെട്ടെന്നൊരു ചാപ്റ്റർ തീർന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇത് നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, കണ്ടൻറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ നമുക്കതൊരു വലിയ മല പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഞാനിതൊക്കെ തീർക്കണ്ടേ എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നിങ്ങൾ തുടക്കം മുതലേ കുറച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളുടെ എക്സാം വിനാൻ്റെ SSLC ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് 2 ബാച്ചുകളാണുള്ളത്, ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. പ്ലസ് ബാച്ചിലാണെങ്കിൽ പ്ലസ് ഒരു 500 rupees അഡീഷണൽ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം അല്ലേ ഒരു 3000 മുകളിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. SSLCയുടെ ഫുൾ ബുക്ക് സെറ്റ് ഉണ്ടാകും, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാകും, നമ്മുടെ SSLC റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ടാവും. ഈ 2 ബാച്ചിലും കോമൺ ആയിട്ട് ഓക്കെ മിസ് കുറച്ച് കണ്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഇപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു 2, 3, 4 അല്ലെങ്കിൽ കുറച്ചില്ല, ഇപ്പോൾ വെക്കേഷൻ ടൈം കൂടി ഇല്ലേ, കുറച്ച് ലേണിംഗ് വീഡിയോസ് കണ്ടാൽ മതി. ഓരോ ടോപ്പിക്കും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെറ്റസ്റ്റ് SSന്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും. കാരണം പഴയ ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ തവണത്തെ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റസ്റ്റ് SSൽ കുറച്ചധികം കോൺസെപ്റ്റ്സ് ഉണ്ട്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ചോദിക്കുന്ന പാറ്റേണിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും. പ്രീവിയസ് ഇയർ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും. അതായത് കഴിഞ്ഞ വർഷമാണ് നിങ്ങളുടെ സിലബസ് മാറിയത്. അപ്പോൾ നിങ്ങളുടെ ഓണപരീക്ഷയുടെ, ക്രിസ്മസ് പരീക്ഷയുടെ, മോഡൽ പരീക്ഷയുടെ, പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും. അതുകൂടാതെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. മിസ് പറഞ്ഞു പാറ്റേണൊക്കെ മാറിയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് സാമ്പിൾ പേപ്പേഴ്സ്, ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ SSLC ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. മിസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. നിങ്ങൾ അയ്യോ 10ാം ക്ലാസ് ഫുൾ A+ എന്ന് കരുതി പേടിക്കേണ്ട, ഫുൾ A+ അല്ലേ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 20th ഒഫീഷ്യലി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ കേരളത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്,
full A+ എന്ന് പറയുന്നൊരു സ്വപ്നം നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.